വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. പ്രതീക്ഷ പുലർത്തുന്നത് ഏറ്റവും അധികം തിരുവനന്തപുരത്ത് എങ്കിൽ പിന്നീട് മറ്റൊരു ജില്ല എന്നത് എടുത്തു പറയാവുന്നത് പാലക്കാട് തന്നെയാണ്. പാലക്കാട് മുൻ തെരഞ്ഞെടുപ്പുകളിൽ അടക്കം പോരാട്ടം നടത്താൻ രണ്ടാം സ്ഥാനത്തെങ്കിലും തെരഞ്ഞെടുപ്പിൽ എത്താൻ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ബി.ജെ.പിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് മാത്രവുമല്ല മറ്റു മണ്ഡലങ്ങളിലും കാര്യമായ വോട്ട് വിഹിതം ബി.ജെ.പിക്കുണ്ട് എന്നതാണ് ആ പ്രതീക്ഷകൾക്ക് കൂടുതൽ ശക്തി പകരുന്നത്. നമ്മൾ അടുത്തതായി പരിശോധിക്കുന്നത് പാലക്കാട് ആരൊക്കെയായിരിക്കും ഇത്തവണ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികളായി കടന്നു വരാൻ സാധ്യത എന്നതാണ്. അതിൽ എടുത്തു പറയേണ്ടത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ച് തന്നെയാണ്. പാലക്കാടിന്റെ പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യം നമുക്ക് ഇപ്പോഴറിയാം. പാലക്കാട്ടെ എം.എൽ.എ. ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം വലിയ തോതിൽ വിവാദത്തിലാവുകയും ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിന്റെ അംഗമല്ല എന്ന് കോൺഗ്രസ് തന്നെ പറയുന്ന സാഹചര്യം. അവിടെയാണ് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ശോഭാ സുരേന്ദ്രന്റെ പേര് ഇപ്പോൾ പാലക്കാട്ടേക്ക് ഉയർന്നു കേൾക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. നേരത്തെ നമുക്കറിയാം തിരുവനന്തപുരത്ത് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ ഒരുപക്ഷെ വട്ടിയൂർക്കാവിൽ അടക്കം ശോഭാ സുരേന്ദ്രന്റെ മത്സരരംഗത്തേക്ക് എത്തിക്കുവാനുള്ള സാധ്യതയുണ്ടായിരുന്നു. കായംകുളം പോലെയുള്ള മണ്ഡലത്തിൽ ഇത്തവണ മത്സരിപ്പിക്കുമോ എന്ന സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിൽ പാലക്കാടും ശോഭാ സുരേന്ദ്രന്റെ പേര് പരിഗണിക്കപ്പെടുന്നു എന്നത് തന്നെയാണ്. പലപ്പോഴും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ശോഭാ സുരേന്ദ്രൻ എത്തുമ്പോൾ കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പ് ചരിത്രവുമായി താരതമ്യം ചെയ്യുമ്പോൾ എപ്പോഴും വോട്ട് ഉയർത്താൻ സാധിക്കുന്ന ഒരു വനിതാ നേതാവ് എന്ന ഇമേജ് ശോഭാ സുരേന്ദ്രനുണ്ട് എന്നത് മാത്രവുമല്ല ശോഭാ സുരേന്ദ്രൻ പാലക്കാട് ഇത്തവണ മത്സരിക്കാൻ എത്തുമ്പോൾ പാലക്കാട് സ്ത്രീ വിഷയം, അതായത് സ്ത്രീകൾക്കെതിരായ അതിക്രമം ആണ് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ വനിതാ സ്ഥാനാർത്ഥിയായി ശോഭ എത്തുകയാണെങ്കിൽ അത് ഗുണം ചെയ്യും എന്ന പ്രതീക്ഷ കൂടി ആണ് ഉള്ളത് എന്നതാണ് എടുത്ത് പറയേണ്ടത്. എന്തായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ അടക്കമുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോഴും വളരെ പ്രധാനപ്പെട്ട നേട്ടം അവിടെ 2024 ബി.ജെ.പിക്ക് ഉണ്ടായിരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ 39,000-ഓളം വോട്ടുകൾ നേടിയതാണ്. 2021 തെരഞ്ഞെടുപ്പിലാകട്ടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം ആയിരുന്നു അവിടെ നടന്നത്. ഇ ശ്രീധരൻ വിജയിക്കുമോ എന്ന് പോലും സംശയിച്ച സാഹചര്യം. 50,220 വോട്ടുകൾ നേടുകയും ചെയ്തു. പാലക്കാട്ടെ അടുത്ത മണ്ഡലം എന്നത് മലമ്പുഴയാണ്. ബി.ജെ.പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള സി കൃഷ്ണകുമാർ തന്നെ അവിടെ മത്സരാർത്ഥിയായി എത്തും എന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. 2021 കൃഷ്ണകുമാർ ബി.ജെ.പിക്ക് വേണ്ടി മത്സര രംഗത്തിറങ്ങിയപ്പോൾ 50,200 വോട്ടുകൾ അവിടെ നേടുകയും ചെയ്ത സാഹചര്യമുണ്ട്. ഒറ്റപ്പാലത്ത് ഇത്തവണ ബി.ജെ.പിയുടെ സംസ്ഥാന ട്രഷറർ ആയിരിക്കും സ്ഥാനാർത്ഥിയായി എത്തുക എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. അവിടെ ഇ കൃഷ്ണദാസിന്റെ പേരാണ് ഒറ്റപ്പാലത്ത്, നമ്മൾ അടുത്ത ഡേറ്റയിലേക്കാണ് പോയത്, ഒറ്റപ്പാലം ആണ് ഈ കൃഷ്ണദാസ് ഒറ്റപ്പാലത്ത് സ്ഥാനാർത്ഥിയായി എത്തും എന്ന വിവരം ആണ് ഇപ്പോൾ ലഭിക്കുന്നത്. 2021 25,000-ൽ അധികം വോട്ടുകൾ നേടിയിരുന്നു. അവിടെ 25,000 വോട്ടുകൾ നേടിയത് പി വേണുഗോപാൽ ആയിരുന്നു എന്നതും എടുത്തു പറയണം. ഇനി നമ്മൾ പോകുന്നത് നെന്മാറ, ആലത്തൂർ, ഈ രണ്ട് മണ്ഡലങ്ങളിൽ ഏറ്റവും ഉയർന്നു കേൾക്കുന്നത് പ്രശാന്ത് ശിവന്റെ പേരാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. പ്രശാന്ത് ശിവൻ ആലത്തൂരാണോ അതെയോ നെന്മാറയിലാണോ മത്സരിക്കുക എന്നതിൽ വ്യക്തതയില്ല എന്നതുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു മണ്ഡലം എന്നത് ഷൊർണൂർ ആണ്. ഷൊർണൂരിൽ ശങ്കുറ്റി ദാസിന്റെ പേരാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. 2021 അവിടെ സന്ദീപ് വാര്യർ ആണ് മത്സരിച്ചിരുന്നത്. സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസ് പാളയത്തിൽ ആണ് എന്നതും നമുക്ക് അറിയാം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പേരുകളിൽ, അതായത് കഴിഞ്ഞ അനുമോദ് തന്നെ റിപ്പോർട്ട് ചെയ്ത പേരുകളിൽ സന്ദീപ് വാര്യർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തേക്ക് എത്തുമോ എന്നതുണ്ടായിരുന്നു. അവിടെയാണ് ശങ്കുറ്റി ദാസിന്റെ പേര് ഇപ്പോൾ സജീവമാകുന്നത് ഷൊർണൂരിൽ എന്നുള്ളതാണ് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായിട്ട്. അനുമോദ്, ഇങ്ങനെയാണൊരു പൊതുചിത്രം പാലക്കാട്ടെ മണ്ഡലങ്ങളിലേക്ക് വരാൻ സാധ്യതയുള്ള ബി.ജെ.പി. സ്ഥാനാർത്ഥികളുടെ സാധ്യതയാണ് നമ്മൾ ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. എന്താണ് അവിടെ പൊതുവെ ബി.ജെ.പി. വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു ജില്ല കൂടിയാണല്ലോ പാലക്കാട്. തീർച്ചയായും നമ്മളൊരു സാധ്യത പട്ടിക മാത്രമാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ ഓരോ മണ്ഡലം എടുത്തു നോക്കുമ്പോൾ ബി.ജെ.പിയെ സംബന്ധിച്ച് ആത്മവിശ്വാസമുള്ളത് ഏറ്റവും പ്രധാനമായിട്ട് പാലക്കാട് മണ്ഡലത്തിൽ തന്നെയാണ്. കഴിഞ്ഞ തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ കപ്പിനും ചുണ്ടിനുമിടയ്ക്കിൽ നഷ്ടമായി പോയതാണ് ഇ ശ്രീധരന് പാലക്കാട് മണ്ഡലം. പക്ഷേ അത് ഉപതെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ സാഹചര്യങ്ങൾ മാറുകയും അവിടെ UDF അനുകൂലമായൊരു ട്രെൻഡ് വരികയും രാഹുൽ മാങ്കൂട്ടത്തിൽ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയം നേടുകയും ചെയ്തു. അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന പരാതിയും സ്ത്രീ വിരുദ്ധമായിട്ടുള്ള വിഷയങ്ങളുമൊക്കെ വലിയ തോതിൽ തന്നെ ചർച്ചയാകുന്ന ഒരു സാഹചര്യം. അവിടെ ആ വികാരവും അതുപോലെ തന്നെ നമുക്കറിയാം പാലക്കാട് അന്ന് തന്നെ ശോഭാ സുരേന്ദ്രന് സീറ്റ് നൽകണമെന്ന ആവശ്യം ഉയരുകയും സി കൃഷ്ണകുമാറിനെതിരെ പാളയത്തിൽ പടയൊരുങ്ങുന്നതൊക്കെ ചെയ്ത് കണ്ടതാണ്. അവിടേക്ക് ശോഭാ സുരേന്ദ്രൻ വരുമ്പോൾ രണ്ട് തരത്തിൽ അവിടെ നേട്ടമുണ്ടാക്കാമെന്ന് കരുതുന്നു. ഒന്ന്, ശോഭാ സുരേന്ദ്രന് ആ ഒരു മേഖലയിലുള്ള സ്വാധീനം. രണ്ട്,
രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തെ തുടർന്ന് അവിടെ ഉണ്ടായിരിക്കുന്ന സ്ത്രീകളുടെ വോട്ടുകൾ അല്ലെങ്കിൽ സ്ത്രീവിരുദ്ധ പ്രശ്നങ്ങളിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന സ്ത്രീകളുടെ ശബ്ദമായിട്ട് മാറിയെന്ന് കരുതുന്ന ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ BJPക്ക് ഉണ്ടാകേക്കാവുന്ന ഒരാധിപത്യം ഇത് രണ്ടും അവിടെ ഗുണം ചെയ്യുമെന്നൊരു കണക്കൂട്ടലാണ് BJPയെ സംബന്ധിച്ച് ഉള്ളത്. പക്ഷേ ശോഭാ സുരേന്ദ്രൻ തന്നെ ആകുമോ സ്ഥാനാർത്ഥിയെന്ന് പൂർണ്ണമായി ഇപ്പോഴും പറയാനാകില്ല. ഒരുപക്ഷെ പ്രശാന്ത് ശിവന്റെ സാധ്യതകളും നേതൃത്വം തള്ളിക്കളഞ്ഞിട്ടില്ല. കാരണം പ്രശാന്ത് ശിവൻ അവിടെ യുവ നേതാവാണ്. അവിടെ യുവാക്കൾക്കിടയിൽ വലിയൊരു സ്വീകാര്യത BJPക്ക് ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഉണ്ടാക്കി കൊണ്ടുവരാൻ പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ട് എന്നൊരു വിലയിരുത്തലുണ്ട്. അങ്ങനെ പൂർണ്ണമായിട്ടും ശോഭാ സുരേന്ദ്രൻ എന്ന് പറയാനില്ലെങ്കിലും പ്രശാന്ത് ശിവന്റെ സാധ്യതയും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പാലക്കാട് ചർച്ചകൾ പുരോഗമിക്കുന്നത്. പക്ഷേ മലമ്പുഴയിലേക്ക് വരുമ്പോൾ അവിടെ C. കൃഷ്ണകുമാറിൻ്റെ പേര് മാത്രമാണ് പരിഗണനയിലുള്ളത്. അദ്ദേഹം 2 തവണ അവിടെ മത്സരിച്ചതാണ്. കഴിഞ്ഞ തവണ 50,000-ലേറെ വോട്ടുകൾ നേടി കരുത്ത് തെളിയിച്ച ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് C. കൃഷ്ണകുമാർ. അപ്പോൾ വീണ്ടും അദ്ദേഹം എത്തുമ്പോൾ മാറിയ സാഹചര്യത്തിൽ അവിടെ വിജയിച്ചു കയറാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുകൂടി BJP വിലയിരുത്തുന്നു. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് BJPക്ക് ന്യായമായ വോട്ട് ബാങ്ക് വർധനം ഉണ്ടായി എന്ന് കണക്കാക്കുന്ന മണ്ഡലം കൂടിയാണ് മലമ്പുഴ എന്നതുകൊണ്ട് തന്നെ ഒരു 20,000-24,000 24,000-ഓളമുള്ള ആ ഒരു വ്യത്യാസം ഇത്തവണ മറികടക്കാൻ C. കൃഷ്ണകുമാരെ കൊണ്ട് സാധിക്കുമെന്നൊരു വിലയിരുത്തലാണ് മലമ്പുഴയിൽ ഉള്ളത്. മറ്റു മണ്ഡലങ്ങൾ അവിടെ പിന്നീട് നല്ലൊരു പ്രകടനം കഴിഞ്ഞ തവണ കാഴ്ചവെച്ചത് ഷൊർണൂരാണ്. ഷൊർണൂർ ശങ്കുട്ടി ദാസിന് അദ്ദേഹം തൃത്താലയിൽ മത്സരിച്ച വ്യക്തി കൂടിയാണ്. തൃത്താലയിൽ നല്ല പ്രകടനം BJPക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു അദ്ദേഹത്താൽ എന്നുള്ളൊരു വിലയിരുത്തലാണുള്ളത്. അപ്പോൾ ഷൊർണൂരിൽ കഴിഞ്ഞ തവണ 37,000-ലധികം വോട്ടുകളാണ് BJP നേടിയത്. ഇത്തവണയും അവിടെ വോട്ട് ബാങ്കിൽ വലിയ വർധനമുണ്ടാക്കാൻ സാധിക്കുമെന്നൊരു വിലയിരുത്തൽ BJPക്കുണ്ട്. ഒപ്പം തന്നെ ആലത്തൂർ നെന്മാറ ആലത്തൂർ ആണ് പ്രശാന്ത് ശിവൻ കഴിഞ്ഞ തവണ ആലത്തൂർ മത്സരിച്ച നേതാവ് കൂടിയാണ്. പക്ഷേ അദ്ദേഹത്തിന് 20,000-ൽ താഴെ വോട്ടുകൾ മാത്രമാണ് അവിടെ നേടാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒറ്റപ്പാലവും ആലത്തൂർ, ഒറ്റപ്പാലം, നെന്മാറ തുടങ്ങിയ സീറ്റുകളൊക്കെ വോട്ട് വിഹിതത്തിൽ വർധനമുണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതൊക്കെ ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച വോട്ടുള്ള മണ്ഡലങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ അത്തരത്തിലൊരു പ്രതീക്ഷയാണ് വയ്ക്കുന്നതെങ്കിൽ പാലക്കാടും മലമ്പുഴയിലും അങ്ങനെയല്ല. അവിടെ വിജയിക്കാൻ തന്നെയാണ് BJP ലക്ഷ്യമിടുന്നത്. ഷൊർണൂരിലും സാമാന്യം നല്ല രീതിയിൽ തന്നെ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ ഷൊർണൂർ നഗരസഭയ്ക്ക് ഇപ്പോൾ മുഖ്യ പ്രതിപക്ഷം BJP ആണെന്നത് കൂടി നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. അങ്ങനെ ഒരു സാധ്യതയാണ് BJPക്ക് ഇപ്പോൾ മുൻപിലുള്ളത്. ശോഭാ സുരേന്ദ്രൻ അവിടെ എത്തുന്നതോടെ അവിടെ പാർട്ടിയിൽ വലിയ തോതിൽ തന്നെ ഒരു ശോഭാ സുരേന്ദ്രൻ്റെ സാന്നിധ്യം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിവാദം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രവർത്തകർക്കിടയിൽ ഒരു ഊർജ്ജം നൽകുന്നതാകും. മാത്രമല്ല നിഷ്പക്ഷ വോട്ടുകൾ കൂടി ശോഭാ സുരേന്ദ്രന് സ്വായത്തമാക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ട്. അവിടെ പാർട്ടി ഐക്യത്തോടെ മുന്നോട്ട് പോകുവാനും ഈ ഒരു ശോഭാ സുരേന്ദ്രൻ്റെ സാന്നിധ്യം കൊണ്ട് സാധിക്കും. കാരണം കൃഷ്ണകുമാറിനെതിരെയുള്ളൊരു വികാരം അത് ശോഭാ സുരേന്ദ്രന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് അവിടെയുള്ളത്. മാത്രമല്ല BJPയെ സംബന്ധിച്ച് പാലക്കാടും മലമ്പുഴയും വിജയിച്ചു കയറുക എന്നത് അവരുടെ ഏറ്റവും ഒരു അഭിമാന പോരാട്ടമായിട്ട് തന്നെ അവർ കാണുന്ന സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് എത്തുമ്പോൾ അതിൻ്റെ സാധ്യതകൾ ഏറുക തന്നെ ചെയ്യുമെന്ന് തന്നെയാണ് BJPയുടെ പൊതുവിലയിരുത്തൽ. ശരി, മെട്രോമാനി ശ്രീധരൻ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ വിജയിച്ചു കയറുമോ എന്ന ആകാംക്ഷയിൽ നിന്നിരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 2021-ലേത്. എങ്കിൽ ഇത്തവണ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുന്നു. രാഷ്ട്രീയ വിഷയം പാലക്കാട് നിയമസഭയിൽ മാറുന്നു. ഒപ്പം പാലക്കാട് തന്നെയുള്ള മലമ്പുഴയും ഷൊർണൂറും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വലിയ പ്രതീക്ഷയാണ് BJP ഇപ്പോൾ വെച്ചു പുലർത്തുന്നത്.